അറിവമ്മ അലിവമ്മ അമൃതമ്മ. വിത്ത് മണ്ണിനടിയിൽ പോകുന്നതിന്റെ ഫലമായാണ് അത് വൃക്ഷമാകുന്നത്. വൃക്ഷമായി കഴിഞ്ഞാൽ ഏതാനയെയും അതിൽ തളയ്ക്കാം. എന്നാൽ മണ്ണിന് തല കുനിക്കില്ലെന്ന് പറഞ്ഞ് അത് പത്തായത്തിൽ തന്നെ കിടന്നിരുന്നുവെങ്കിൽ ഏതെങ്കിലും എലിക്ക് ആഹാരമാകുമായിരുന്നു. അമ്മയുടെ വാക്കുകളിലൂടെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷമായി വളരുവാൻ നമുക്കാകട്ടെ. നിർമാല്യ ദർശനത്തിന്റെ പുണ്യം തേടി ശ്രീ ലക്ഷ്മണസ്വാമിയുടെ തിരുനടയിൽ മൈഥിലീപതേ രാവണാന്തക മനസ്സിൽ വാഴണേ രാമ കൗസല്യാത്മജ. ദുരിതപൂർണമാമെന്റെ കഥന ജീവിതം സുഹൃതമാക്കുവാൻ രാമ കാത്തുകൊള്ളണേ. പ്രധാന ശ്രീകോവിലിലെ ചതുർബാഹുവായ ദേവൻ ലക്ഷ്മണന്റെ കൃപ ഉൾക്കൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം രണ്ടാമതായി ഭക്തർ ദർശനത്തിനായി എത്തുന്ന ക്ഷേത്രമാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹുധാരിയായ ഭഗവാൻ ശ്രീ ലക്ഷ്മണസ്വാമി കിഴക്ക് ദർശനമായി ഇവിടെ വാണരുളുന്നു. ശിഥില ചിന്തയാൽ മനം മഥിതമാകവേ പഥികനെന്നുടെ കൊടും വ്യഥകൾ മാറ്റണേ. തളരുമെൻ തനു രാമ തരളമാകവേ തരികനിക്കു നീ രാമ താവകാഭയം. കൊടിയ വേനലിൽ തളിരിലകളെന്ന പോൽ. പ്രധാന ശ്രീകോവിലിന്റെ വലതുവശത്ത് ഭദ്രകാളി ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അയ്യപ്പനെയും ഇവിടെ ആരാധിക്കുന്നു. വിവാഹിതരായ ദമ്പതികൾ സാധാരണയായി ഗർഭധാരണത്തിനായി പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നു. കാത്തിടേണമേ രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. ചതുർബാഹു സമർപ്പണമാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭഗവാന്റെ 4 കരങ്ങളിലായി ധരിച്ചിരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മ എന്നിവ തട്ടത്തിലാക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചതുർബാഹു സമർപ്പണം. കരളു നൊന്തു ഞാൻ ധ്യാനിക്കുമ്പോഴെൻ അരികിൽ വന്നു നീ രാമ കൈപിടിക്കണേ. നിഴൽ വിരിക്കുമീ എൻ്റെ അഴലുകൾ സദാ കഴൽ തൊഴുന്നു ഞാൻ രാമ അങ്ങു മാറ്റണേ. ആപത്തേകിടും രാമ മംഗല്യസിദ്ധിക്ക് ഉടൻ തന്നെ ഒരു പൂർണ്ണ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനായി മഞ്ഞൾ പര വഴിപാട് എന്ന പ്രത്യേക വഴിപാട് നടത്തുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഭക്തരുടെ തിരക്ക് കൂടുതലുള്ള എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അന്നദാനം നടത്താറുണ്ട്. രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. കോട്ടയത്തെ 4 ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം, ഒടുവിൽ രാമപുരം ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഭക്തനെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും നല്ല സന്താനങ്ങളെ നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊല്ലു ദുഷ്ടരെ എന്നെ കാത്തുകൊള്ളണേ. ഇരുളുമൂടുമീ വഴിത്താരയിൽ ചിരം അരുളു രാഘവ രാമ നിന്റെ സുസ്മിതം. കർക്കിടക മാസത്തിൽ
നാലമ്പലങ്ങൾ സന്ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഇത് തീർത്ഥാടന ടൂറിസം എന്ന പേരിലും പ്രചാരത്തിലുണ്ട്. ചേർക്ക എന്നെയും രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. ഉലകുവെല്ലുവാൻ കൊതി ഉയിരിനെങ്കിലും തടസ്സമാണുടൽ അതു ഭുവന സത്യമാം. ഉടൽ വെടിഞ്ഞുയേർ നിന്റെ ഉയിരിലലിയുവാ തുടിക്കയല്ലയോ രാമാനുവദിക്കണേ. രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. രാമായണത്തിൽ രാമൻ്റെ ഈശ്വരഭാവത്തെ പ്രാധാന്യേന വർണ്ണിക്കുന്നതാണ് അധ്യാത്മരാമായണം. ഹൃദ്യസുന്ദരമായ അധ്യാത്മരാമായണം ഒന്നാന്തരം ധർമ്മശാസ്ത്രം എന്ന പോലെ ഭക്തിശാസ്ത്രമാണ്, വേദാന്തശാസ്ത്രമാണ്. വേദാന്തത്തിൻ്റെ സാരസംഗ്രഹമാണ് അധ്യാത്മരാമായണം. അതുപോലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തിശാസ്ത്രമാണ്. ഈ മഹിമകളെ കൊണ്ടായിരിക്കണം മലയാളികൾക്ക് രാമായണം പരിചയപ്പെടുത്താൻ വേണ്ടി മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുന്ന എഴുത്തച്ഛൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്ന് നാം എല്ലാവരും ആദരിക്കുന്ന, വന്ദിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് അധ്യാത്മരാമായണത്തെയാണ് അനുവാദം ചെയ്തത്. അതിതിൻ്റെ മഹിമ കൊണ്ടാണ്. എഴുത്തച്ഛൻ്റെ അനുവാദം പ്രായേണ സ്വതന്ത്ര അനുവാദമാണ്. മൂലത്തെ അനുസരിക്കുന്നു, അതേ സമയത്ത് ഹൃദ്യസുന്ദരമായ രീതിയിൽ തൻ്റെ ഭാവനയ്ക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് പ്രതിഷ്ഠിതമാകുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് വന്നിട്ടുള്ളത്. അതിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കുമ്പോൾ രാമചരിതത്തോടൊപ്പം ഭക്തിശാസ്ത്രം എന്ന നിലയ്ക്കും വേദാന്തശാസ്ത്രം എന്ന നിലയ്ക്കും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഈ അനുവാദം ചെയ്യുന്ന കവി കവിത്വം നിറഞ്ഞ, ഋഷിത്വം നിറഞ്ഞ ആ ഒരു ഭാവത്തോടൊപ്പം അദ്വിതീയമായ ഭക്തിഭാവത്തോടു കൂടിയാണ് നമുക്ക് മുമ്പിൽ ഈ രാമചരിതത്തെ വരച്ച് കാണിക്കുന്നത്. ആരംഭത്തിൽ തന്നെ എഴുത്തച്ഛൻ്റെ ഹൃദയം നമുക്ക് കാണാൻ സാധിക്കും. അവിധമുള്ള ശ്രീരാമസ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കേരളത്തിൽ മലയാളികൾ ഏറെ പരിചയപ്പെട്ടിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടാണ്. എല്ലാ ഗൃഹങ്ങളിലും നിത്യേന രാമായണ പാരായണം ഉണ്ടാവേണ്ടതാണ്. മുമ്പ് മിക്ക ഗൃഹങ്ങളിലും നിത്യം രാമായണ പാരായണം ഉണ്ടാവുമായിരുന്നു. ഇടക്കാലത്ത് അതൊക്കെ വളരെ മങ്ങിപ്പോയി. വളരെ സന്തോഷകരമാണ് ഇപ്പോൾ വീണ്ടും രാമായണ പാരായണത്തിലേക്ക്
സമൂഹത്തിന് വളരെ ശ്രദ്ധ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ പൂർണ്ണമായി രാമായണം വായിക്കുക, രാമായണ വിചാരം ചെയ്യുക, ഇതൊക്കെ കേരളീയ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ധർമ്മബോധവും ഭക്തിഭാവവും അതുകൊണ്ടുള്ള ശാന്തിയും സമാധാനവും പ്രകാശവുമെല്ലാം നമ്മുടെ ഗൃഹങ്ങളിൽ നിറയണം. ശാന്തിയുടെ ഭാവം വിളയാടണം. നമ്മളിലൊക്കെ വ്യക്തിയിലും കുടുംബത്തിലും സമാജത്തിലും ജ്ഞാനദീപം പ്രകാശിതമാകണം. ആ ഒരു ഭാവനയോടുകൂടി നമുക്ക് ഈയൊരു രാമായണ പഠനം ആരംഭിക്കാം. വാൽമീകീയ രാമായണവും അധ്യാത്മരാമായണവും ചേർത്ത് ഒരു പഠനപ്രധാനമായ രീതിയിൽ ഇതേ TV-യിൽ രാവിലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ വാൽമീകീയ രാമായണവും അധ്യാത്മരാമായണ മൂലവും ഒരുപോലെ പാഠ്യവിഷയമാക്കുന്നുണ്ട്. അതുപോലുള്ളൊരു വിസ്തൃതമായ പഠനമല്ല, മറിച്ച് സാമാന്യ അവബോധം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു വിചാരമാണ് ഈ സന്ധ്യാദീപത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. കൂടുതൽ ആഴത്തിൽ യുക്തിപൂർവം പഠിക്കണം എന്നുള്ളവർ രാവിലത്തെ രാമായണ പഠനത്തിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് മറ്റൊരു വിഷയം കൂടി ആരംഭത്തിൽ സൂചിപ്പിക്കട്ടെ. 24,000 ഗ്രന്ഥങ്ങളിൽ വിസ്തൃതമായ വാൽമീകീയത്തെ 6-1 ചുരുക്കിയിട്ടാണ് അധ്യാത്മരാമായണമായി എഴുതിയിട്ടുള്ളത്. ആ അധ്യാത്മരാമായണത്തിൻ്റെ അനുവാദമാണ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന കിളിപ്പാട്ട്. ഇപ്പോൾ ചുരുക്കി എഴുതുമ്പോൾ മനോഹരമാണെങ്കിലും ഹൃദയസുന്ദരമാണെങ്കിലും പല സ്ഥലത്തും നമുക്ക് സംശയങ്ങൾ ശേഷിക്കും. എന്താ ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്താ ഈ ഭാഗം ഇങ്ങനെയായത് എന്നൊക്കെ നമുക്ക് യഥാസമയം നമുക്കത് വ്യാഖ്യാനിക്കാം. അത്തരം സംശയങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തരുത്. നമ്മുടെ നിഗമനങ്ങൾ തെറ്റിപ്പോകും. അതുകൊണ്ട് നിശ്ചയമായും ആ ഭാഗത്ത് മൂലകൃതിയിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്താൽ മാത്രമേ രാമായണത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവൂ. ഈ ഒരു കാഴ്ചപ്പാട് കൂടി പഠനാരംഭത്തിൽ നമുക്കുണ്ടാവട്ടെ. ശ്രീരാമ വന്ദനം ചെയ്തുകൊണ്ടാണ് ഇവിടെ കിളിപ്പാട്ട് ആരംഭിക്കുന്നത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇവിടെ ഏതൊരു കൃതിയും ആരംഭിക്കുമ്പോൾ ആരംഭത്തിൽ മംഗളാചരണമാണ്. മംഗളാചരണം ഇഷ്ടദേവതാ വന്ദനമാകാം, ഗുരുവന്ദനമാകാം. ഇവിടെ എല്ലാമാണ്. ഈ രാമായണം ഏതൊരു ഭഗവാന്റെ ജീവചരിതമാണോ, ഏതൊരു ഭഗവാന്റെ വർണ്ണനയാണോ, ആ ഭഗവൻ നാമം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ശ്രീരാമ ഇഷ്ടദേവതാവന്ദനമാണ്. അതോടൊപ്പം
രാമായണത്തിൻ്റെ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ശ്രീ ശബ്ദത്തോടു കൂടി ആരംഭിച്ചതുകൊണ്ട് ഉത്തമ മംഗളാചരണമാണ്. അങ്ങനെ ഉത്തമമായ ദേവതാവന്ദന രൂപമായ ഐശ്വര്യസൂചകമായ ശ്രീ ശബ്ദത്തോടു കൂടി ആരംഭിച്ചു. ഇതിൻ്റെ താല്പര്യവും വിശേഷവും മഹിമയും നമുക്ക് തുടർന്ന് പഠിക്കാം. നമസ്തേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. വാത്മീകത്തിന്റെ ഈ ഒരു അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് എല്ലാ ഗുണങ്ങളുടെയും അധിപതിയായിട്ടുള്ള, ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള, സാക്ഷാൽ അയോധ്യാപതിയായിട്ടുള്ള, ഈ ഭാരതത്തിന്റെ ചരിത്ര പുരുഷനായി ഭാരതീയരുടെ മുഴുവനും മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് തന്നെയാണ്. വാത്മീകി മഹർഷി ഒരിക്കൽ നാരദ മഹർഷിയോട് ചോദിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. കോന്യസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. മഹർഷെ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനായി, ഏറ്റവും ഗുണവാനായി, ഒരു തരത്തിലുള്ള കുറവുകളും പറയാനില്ലാത്ത, ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള, ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് നാരദൻ പറയുന്ന ഉത്തരം, അല്ലയോ മഹർഷേ, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, എന്നാൽ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശത്തിലെ, സൂര്യവംശത്തിലെ രാമൻ, ശ്രീരാമചന്ദ്രൻ. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായിട്ടാണ് നമ്മൾ വിഷ്ണുപുരാണം അനുസരിച്ച് പറയുന്നത്. ആ രാമാവതാരം ഭൂമിയിൽ ഉണ്ടായത് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും പോലെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. എന്നാൽ രാമാവതാരത്തിന്റെ പ്രാധാന്യം ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനായി ധർമ്മസ്വരൂപനായിട്ട് അവതരിച്ച ഒരേ ഒരു അവതാരം, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണ ഒരു മനുഷ്യന് എന്തെല്ലാം വികാര വിചാരങ്ങളുണ്ടോ അതിലൂടെയെല്ലാം കടന്നുപോയി തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ഒരാളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിരുന്നു അദ്ദേഹം. ധർമ്മം എന്തെന്ന് നിർവചിക്കപ്പെട്ടത് രാമൻ എന്ന പേരിലായിരുന്നു. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായുള്ള വാക്യം ഇന്നും ഭാരതത്തിലൂടെ ലോകത്തിന്റെ ഓരോ കോണിലും മാറ്റൊലി കൊള്ളുന്നത്. ശ്രീരാമചന്ദ്രൻ എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സന്ദേശം എന്ത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ധർമ്മബോധമാണ്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൽ ധർമ്മമുണ്ടോ, ഇതിൽ ധർമ്മത്തിന് എന്തെങ്കിലും ഛേദമുണ്ടോ, ധർമ്മത്തിന് ഛേദം വരുന്ന പ്രവൃത്തിയാണെങ്കിൽ ഞാൻ അതിന് മുതിരില്ല, എന്നാൽ അതിന് ധർമ്മമുണ്ടെങ്കിൽ ഏതറ്റം വരെയും ആ ധർമ്മത്തിന് വേണ്ടി ഞാൻ പോകും, അതിനെന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ആളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തെ നാം പരിചയപ്പെടുന്നത് അയോധ്യയിലെ രാജകുമാരനായി, സീതയുടെ പതിയായി, സ്വന്തം അച്ഛന്റെ വാക്ക് പാലിക്കാനായി വനത്തിലേക്ക് കടന്നു ചെന്ന് സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് രാവണ കുംഭകർണന്മാരെ വധിച്ച് തിരിച്ചയോധ്യയിലെത്തി പട്ടാഭിഷേകം നടത്തി എങ്ങനെയാണോ ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കേണ്ടത് ആ മാതൃക ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് രാമരാജ്യത്തിന്റെ മാതൃക ഭാരതത്തിലൂടെ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത ഒരു ഭരണാധികാരി കൂടിയായിട്ടാണ്. വാത്മീകി രാമായണത്തിലെ രാമൻ കൂടുതൽ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമല്ല, വിഷ്ണുവിനേക്കാൾ ഒരു പടി മനുഷ്യർക്ക് കൂടെ നിൽക്കുന്ന ഒരു രാമനെ നമുക്ക് വാത്മീകി രാമായണത്തിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന രാമൻ എന്ന് വാത്മീകി മഹർഷി നമ്മളോട് പറഞ്ഞത് നാം അദ്ദേഹത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാണ്. ഭഗവാനാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു മടി കാണും, അല്ലെ? നമുക്കിടയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ആയിക്കൂടാ എന്ന് വാത്മീകി മഹർഷി ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം പുതിയ തലമുറയിലുള്ള പല മഹാത്മാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. രാമന്റെ മഹത്വം അറിഞ്ഞൊരു തലമുറയ്ക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യാന്വേഷണത്തിലൂടെ ധർമ്മപാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള സാക്ഷാൽ മഹാത്മജി പോലും രാമരാജ്യമാണ് ഈ ഭാരതത്തിന് വേണ്ടത് എന്ന് അവകാശപ്പെട്ടത്. രാമൻ ഭരിച്ചതുപോലെ ഭരിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് വേണം. ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും അതിൻ്റെ പക്ഷത്താണ് ധർമ്മം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പക്ഷത്തെ നിൽക്കൂ, അതിന് എനിക്ക് എന്തെല്ലാം കൈവിടേണ്ടി വന്നാലും
അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ രാജ്യ താല്പര്യം മുൻനിർത്തിയ അയോധ്യാപതിയായിട്ടുള്ള രാമനെ പോലെ ഭരണാധികാരികൾ നമുക്കുണ്ടാവണം. അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാനായി തൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോയ മകൻ, അതുപോലെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു യുദ്ധ പരാക്രമി, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, ചെല്ലുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, അതാണ് രാമബാണം. അതുപോലെ തന്നെ പ്രധാനമാണ് രാമനാമം. ഭഗവാന്റെ രാമനാമത്തിലൂടെ മാത്രം മുക്തി നേടിയ നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ, നമ്മുടെ രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള വാൽമീകി മഹർഷി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും രാമായണത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ രാമനെ പോലുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് സനാതന ധർമ്മ സംരക്ഷണം നടക്കുള്ളൂ. സനാതന ധർമ്മം നിൽക്കുന്നത് ധർമ്മത്തിന് മുകളിലാണ്. ധർമ്മമാണ് അടിസ്ഥാനം. ആ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടുള്ള രാമനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് ധർമ്മബോധം വർദ്ധിക്കുകയും അത് ഏറ്റവും പരമമായിട്ടുള്ള കൈവല്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യുന്നു. രാമനെ അറിയില്ല എന്ന് പറയുന്നതിലൂടെ നമുക്ക് ധർമ്മത്തെ അറിയില്ല എന്ന് പറയുന്നവരായി മാറേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവതലമുറയിലുള്ള മനുഷ്യർക്ക് രാമന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കാൻ നാം ശീലിക്കണം. രാമൻ എന്നുള്ളത് ധർമ്മം തന്നെയാണ്. ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും രാമരായി തീരുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. ആ ആത്മാരാമനിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് രാമായണം. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് രാമന് പുറകെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ സനാതന ധർമ്മത്തിന് വേണ്ടി നമ്മളിലുള്ള രാമനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം. ആ രാമനിലൂടെ, ആ രാമൻ പഠിപ്പിച്ച ധർമ്മത്തിൽ ഊന്നു നിന്നുകൊണ്ട് വേണം ഈ ധർമ്മത്തെ, ഈ സനാതന ധർമ്മത്തെ ഈ ലോകത്തിന്റെ പരകോടിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് അയോധ്യാപതിയായിട്ടുള്ള ശ്രീരാമനെ ഓർക്കുന്നതിനോടൊപ്പം, ദശരഥ നന്ദനായിട്ടുള്ള രാമനെ ഓർക്കുന്നതിനോടൊപ്പം, സീതാപതിയായിട്ടുള്ള രാമനെ ഓർക്കുന്നതിനോടൊപ്പം ഒരു പടിമുകളിൽ ധർമ്മസ്വരൂപനായിട്ടുള്ള രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന തത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രാമനെ കൂടി ഓർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിത കുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ. ആര്യപുത്രൻ എന്താ ശീലായ്മയാണോ? ആകെ ക്ഷീണിതനാണല്ലോ. ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല, മനസ്സിനാണ് കൈകി. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നൊന്നുമല്ലല്ലോ സുമിത്രേ, എത്രയോ കാലം കൊണ്ടുള്ള മനക്ലേശമാണ്. ദേവേന്ദ്രൻ പോലും അർത്ഥാസനം നൽകി ആദരിക്കുന്ന ആര്യപുത്രന്റെ മനക്ലേശം മാറ്റാൻ ദേവന്മാർ തന്നെ വരികയില്ലേ കൗസല്യാദേവി? ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ദേവി കൈകേയി. അനപത്യ ദുഃഖം, അതിന് ഒരു ദേവനും പരിഹാരം ചെയ്യാനാവില്ല. സൂര്യവംശ രാജാക്കന്മാർ പുത്രജനനത്തിനായി കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ച ചരിത്രമുണ്ട്. നാമും കഠിനവ്രതങ്ങൾക്ക് ഒരുങ്ങുകയാണ് ദേവി. ആര്യപുത്ര, ഉത്തമ പുത്രജനനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം നോറ്റാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പം തന്നെ ഉണ്ടാവും. അതേ മഹാരാജൻ, ഞങ്ങൾ അങ്ങയുടെ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്ക് മുതിരും മുൻപേ രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ? അതെ, വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ, അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ. പ്രണാമം ഗുരുദേവ. പ്രണാമം ഗുരുദേവ.
പ്രണാമം മഹാരാജൻ. അയോധ്യാധിപതി പത്നിമാരെയും കൂട്ടി നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു. അതേ മഹർഷി, രാജകാര്യമോ ദേവകാര്യമോ അല്ല, കുടുംബകാര്യമാണ്. പറഞ്ഞാലും മഹാരാജൻ, നമുക്ക് സാധിക്കുന്ന വിധത്തിൽ പരിഹാരം നിർദ്ദേശിക്കാം. കൗസല്യാദേവിയെ വരിച്ചത് മുതൽ നമ്മെ അലട്ടുന്ന ദുഃഖമാണ് മഹർഷി. അത് പരിഹരിക്കാൻ സുമിത്രയ്ക്കും കൈകേയിക്കും സാധിച്ചിട്ടില്ല. പുത്രദുഃഖം അല്ലേ? അതേ മഹർഷി, പുത്രന്മാരില്ലാത്ത ഒരുവന് രാജ്യവും സമ്പത്തും എന്തിന്, ഭാര്യാസുഖം പോലും ദുഃഖകരമാണ് മഹർഷി. അതെ മഹാരാജൻ, ആ പറയുന്നതിൽ സത്യമുണ്ട്. പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വൈകിട്ടാണെങ്കിലും അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. ഒന്നല്ല, 4 പേർ. 4 സത്പുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്ന നാൾ അതിവിദൂരത്തല്ല. ആ സത്ഫലത്തിന് അങ്ങ് ഒന്ന് ചെയ്യണം. എന്തു ചെയ്യാനും നാം ഒരുക്കമാണ്. പറയൂ, എന്തു ചെയ്യണം? യാഗം ചെയ്യണം, പുത്രകാമേഷ്ടി. അതിന് വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഖനെ വരുത്തണം. ഋഷ്യശൃംഖനെയോ? അതെ, ഋഷ്യശൃംഖനെ. അങ്ങനെ ഒരു യാഗം കഴിയുന്നതോടെ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ഈ വ്യസനമെല്ലാം അകലും.